അല്ല, ചേട്ടന് നേരത്തെയാണല്ലോ എത്തിയിരിക്കുന്നത്. നേരത്തെ വരേണ്ട കാര്യമുണ്ടായി. എന്താ ചേട്ടാ? പറയാം. നിനക്ക് കമ്പനിയിൽ ജോലി വരാമെന്ന് മുതലാളി പറഞ്ഞു. എന്നിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? പിന്നെ നാളെ രാവിലെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യും. പോകുമ്പോ നിന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും എടുത്തോണ്ടു. ചേട്ടനും കൂടി വരണം. എന്നാ നീ ജോലിക്ക് പോകണ്ട. എന്റെ ചേട്ടനല്ലേ, ചേട്ടനും കൂടി വാ ചേട്ടാ. നീ പോകുന്നിടത്തല്ല ഞാനും കൂടി വരണോ? അതൊന്നും വേണ്ട, നാളെ മാത്രം മതി. അത് നാളെയല്ലേ? അയ്യോ, എന്റെ പൊന്നു ചേട്ടൻ. നീ ചായ എടുത്തോണ്ടു. സത്യം പറ, ലോറി ആരുടെ? സത്യം പറഞ്ഞു, സത്യമാണ്. ആ ലോറി തമ്മിലാണ് തന്നെയാണ്. എന്ത് പറ്റി? സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണെന്ന് തോന്നുന്നു. എങ്ങോട്ട് പോകുന്നു? ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക്. ഞാനിവിടുത്തെ ഡോക്ടറാണ്. പേര് ഷീജ. എന്റെ പേര് രാജു. ഞാനൊന്ന് നോക്കട്ടെ. ശരി. അയ്യോ, ഇത് ശരിയാക്കാൻ കുറെ സമയം എടുക്കുമല്ലോ. വിരോധമില്ലെങ്കിൽ ഡോക്ടർക്ക് ആ കാറിൽ പോവാം. ഞാനിത് ശരിയാക്കിയിട്ട് ആശുപത്രി കൊണ്ടുവരാം. അയ്യോ, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഡോക്ടർ സമയത്തിന് ആശുപത്രിയിൽ എത്തിയില്ലെങ്കിൽ രോഗികൾ ബുദ്ധിമുട്ടും. ഇതാ. താങ്ക്സ്. മാനേജർ സ്വാമിയില്ലേ? ആ പുതുതായി വന്ന സ്റ്റെനോട് ഇങ്ങോട്ട് വരാൻ പറയും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഷോർട്ട് ഹാൻഡ് ഒക്കെ പാസ്സായില്ലേ? അതെ സർ. എഴുതിക്കോളൂ. KN കമ്പനി, കോയമ്പത്തൂർ. ഡോക്ടറെ കാണാൻ ഒരു പുറത്തു വന്നിരിക്കുന്നു. മഞ്ജു, ഇപ്പൊ വരും. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ആഹാ, നിങ്ങളോ? കാർ ശരിയായോ? ശരിയായി. കാർബറേറ്ററിനായിരുന്നു കുഴപ്പം. ഇതാ താക്കോൽ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിലെന്തിരിക്കുന്നു? പരസ്പരം ഒരു സഹായങ്ങൾ കഴിഞ്ഞ് മറ്റൊന്നുമില്ല. മിസ്റ്റർ രാജുവിന്റെ ജോലി? ഞാൻ ഇന്റീരിയർ ട്രേഡിംഗ് കമ്പനിയിലെ ഡ്രൈവറാണ്. പണ്ട് അച്ഛനും ആ കമ്പനിയിലായിരുന്നു ജോലി. അച്ഛന്റെ മരണശേഷം എനിക്ക് ആ ജോലി കിട്ടി. ഡോക്ടറുടെ പുതുതായി ചാർജ് എടുത്താണല്ലേ? അതെ, ഞാൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി. അത് ശരി. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ശരി. എന്റെ കാറിന്റെ താക്കോൽ? സോറി. ഞാൻ വരട്ടെ. മറിയമ്മേ, ആ സബ്ജയിലെ പുള്ളി സർസന്നെ നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കണം. നാളെയാണ് കൊച്ചുവെപ്പിലെ ഗ്രേസിലെ കേസ്. ആ ജില്ലാ കോടതിയല്ലേ? അല്ല സാർ, ഹൈക്കോർട്ടിലാ. എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. വിജയലക്ഷ്മിക്ക് നാളെ എവിടെ ഡ്യൂട്ടി? സാർ. ഓഹോ, ശരി, ഞാൻ പോകുന്നു. ഗുഡായി. കിടന്നുറങ്ങുന്നു ഇഡിയറ്റ്. ഉപയോഗം ഉത്തരവ്. ആർന്നല്ലേ വളരെ കരുതലോടിരിക്കണം. താങ്കൾ ഉറങ്ങിക്കളയരുത്. മനസ്സിലായില്ലേ?
സാർ. സ്വീറ്റി, ബോസ്, ഇതൊന്നും ചെയ്യരുത് ബോസ്. എന്നെ മാത്രം ആശ്രയിച്ച് കഴിയുന്നു പാവപ്പെട്ട ഒരു കുടുംബമുണ്ട്. വർഷങ്ങളായി തളർവാദം പിടിപെട്ട് കിടക്കുന്ന എന്റെ ഉപ്പ, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടിയാണ് ബോസ് ഞാൻ ഈ വേഷ കിട്ടിയത്. ബോസ് എന്നെ വിശ്വസിച്ചത്. ബോസ് എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും മാധവൻ തമ്പിയുടെ ഡ്രൈവർ. മിസ്റ്റർ ഹസൻ, നിങ്ങൾ എപ്പോഴാ സ്റ്റേഷനിൽ നിന്ന് പോയത്? നിയമം പോയി അല്പം കഴിഞ്ഞപ്പോ സാറ് പോയി അല്പം കഴിഞ്ഞപ്പോ മറിയക്കുട്ടി പോയി അല്പം കഴിഞ്ഞപ്പോ ഞാൻ 11 മണിക്കാണ് സാർ പോയത്. അതായത് ഞാൻ പോയി ഉടനെ വീട്ടിൽ പോയി ഉറങ്ങാനാണ് ധൃതി, അല്ല ഡ്യൂട്ടി ചെയ്യാനില്ല. ഉത്തരവാദിത്വമായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി പിന്നെ എന്തിനാണ് യൂണിഫോം ഇട്ട് നടക്കുന്നത്? സാർ ഞാൻ നോ എക്സ്പ്ലനേഷൻ. നിങ്ങളുടെ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെയൊക്കെ കണ്ണും മുമ്പിൽ ഒരു പ്രതി രക്ഷപ്പെടുകയെന്ന് വെച്ചാൽ വിശ്വസിക്കാൻ ഒക്കത്തില്ലേ മാന്നെ? തന്നോട് ചോദിച്ചോ? പോണം. 24 മണിക്കൂർ നാം പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. യു കൻ ഗോ. നിന്റെ ഈ നാണം മുഴുവൻ ഇതാ ഈ ഇളങ്കാറ്റ് കടമെടുത്തത് പോലെയുണ്ട്. സാരിയൊക്കെ കൊള്ളാം. എന്റെ ചേട്ടന് അറിഞ്ഞാലേ ഈ സാരിയൊക്കെ പമ്പ കിടക്കും. ഇളങ്കാറ്റേ കൊടുങ്കാറ്റാ. എന്നാ ഞാൻ ചേട്ടനെ കണ്ട് സംസാരിക്കാം. കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. അയ്യോ ഇപ്പൊ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അനിയില്ലാത്ത ഈ ജീവിതം ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത പാൽപ്പായസം പോലെയാണ്. ഉപ്പില്ലാത്ത പാൽപ്പായസം പോലെയോ?